ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ നമ്മ വീട്ടിൽ പോകണം എൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങുന്ന വിശേഷങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. വൈകിട്ടുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഞങ്ങളെ കാണുന്നത്. വൈകിട്ടാകുമ്പോൾ നല്ല വ്യൂ ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തപ്പോൾ മരത്തിൽ നിന്ന് കുമ്പളം വരെ എത്താൻ ഏകദേശം ഒരു 15 മിനിറ്റ്സ് എന്തായാലും വേണം. അങ്ങനെ ഞങ്ങൾ നെട്ടൂരൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ചിക്കൻ കടയിൽ കയറി. എന്തായാലും വെറും കടയിൽ പോകണ്ടല്ലോ, ചിക്കനൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് പോകാനൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് സായിയുടെ ഒരു പരാതി. അവളെ മാത്രം എന്താ ക്യാമറയെ കാണിക്കാത്തെന്നുള്ളൊരു പരാതി കാരണം ഞാൻ അവളെയും കൂടെ ക്യാമറയെ കാണിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുമ്പളത്ത് വീട്ടിലെത്തി. ഇതാണ് വീട്. ഞാൻ ഇതിന് മുന്നേ വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിലൊക്കെ, പണ്ടത്തെ വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് വന്നത് അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഫോൺ എടുത്തായിരുന്നു. അപ്പോൾ മൈജി പോയിട്ട് അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് കൂടെ ഒരു ഫോൺ എടുത്തത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഫോൺ എടുത്ത കാര്യം. മെയിനായിട്ട് പോയത് അപ്പൂപ്പിന് ഫോൺ എടുക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കൊടുക്കാനാണ് മെയിനായിട്ട് ഞാൻ വന്നത്. പിന്നെ ഇവിടുത്തെ പരിസരവും ചുറ്റുപാടും എല്ലാം ഞാൻ ഇനി മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടെടുത്ത വ്ളോഗിലൊക്കെ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിക്കാനൊക്കെ വിചാരിച്ചു. അപ്പൂപ്പൻ അറിയില്ലായിരുന്നു ഫോൺ എടുത്ത കാര്യം. കാരണം മാമനാണ് പേ ഒക്കെ കൊടുത്ത് എല്ലാം റെഡി ആക്കിയത്. ഞങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അപ്പൂപ്പൻ അറിയില്ല. അപ്പോൾ അപ്പൂപ്പന് സർപ്രൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നുമായിരുന്നു. ആളിവിടെ ഇല്ല, ആള് പുറത്താണ്. അപ്പോൾ വീഡിയോ കോളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു എടുത്തത്. അപ്പൂപ്പൻ തന്നെ ഞെട്ടിപ്പോയി കൊടുത്തപ്പോഴത്തേക്കും. എന്ന് വെച്ചാൽ അറിയില്ലല്ലോ, ഒരു പ്രഡിക്റ്റും ഇല്ല ഇന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്. മാമൻ കഴിഞ്ഞ 2 മാസം ഇവിടെ എത്തായിരുന്നപ്പോൾ വാങ്ങിച്ചു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ബട്ട് തടസ്സങ്ങൾ കാരണം പറ്റിയില്ല. ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാം പോയപ്പോഴാണ് കൊടുക്കാനുള്ള ഇതൊക്കെ വന്നത്. അങ്ങനെ മാമൻ എല്ലാം കാശ് കഴിച്ചു വന്ന് ഞങ്ങൾ പോയി വാങ്ങിച്ചു. അപ്പൂപ്പന് പുതിയ ഫോണൊക്കെ എടുത്ത് കൊടുത്തു. ഓപ്പോ ആട്ടോ ഞങ്ങൾ എടുത്തത്. കുഴപ്പമില്ല, നല്ല അടിപൊളി ഫോണാണ്. പിന്നെ അപ്പൂപ്പന് ഇങ്ങനെ യൂസിംഗ് ഒന്നും അറിയാൻ പാടില്ല. അതൊക്കെ ഇനി പഠിപ്പിച്ച് കൊടുക്കണം, എന്നാലേ ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. ഫോൺ നല്ല ഫോണാട്ടോ. ഞങ്ങൾ മൈജി തന്നെ പോയിട്ടാണ് എടുത്തത്. ആ മൈജി തന്നെയായിരുന്നു എടുത്തത്. ഏകദേശം ഇതിനൊരു 90,000 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അമ്മയാണ് വാങ്ങിച്ചത്. കറക്റ്റ് വില അറിയില്ല. ഇപ്പോഴും അപ്പൂപ്പൻ ആ ഒരു നെറ്റിയിരിക്കുക കേട്ടോ ഫോൺ വാങ്ങിച്ചതിൻ്റെ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് നോക്കുകയാണ്. ഒന്നും അറിയില്ലല്ലോ എന്തൊക്കെയാന്ന്. ചാർജറും സംഭവങ്ങളൊക്കെ മാത്രമേ അറിയുള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ യൂസസ് ഒന്നും അറിയില്ല. അപ്പോൾ അപ്പൂപ്പൻ ഫോണൊക്കെ ഓണാക്കി. അപ്പൂപ്പൻ ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫോണാണ്. ക്യാമറ ഒന്നും കുഴപ്പമില്ല, അടിപൊളി എന്ന് വെച്ചാൽ അത്ര വലിയ ക്ലാരിറ്റി ഇല്ലെങ്കിലും എന്നാലും ക്ലാരിറ്റി ഉണ്ട്. അവരപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ട സമയത്ത് ഞാൻ ചെടികളെയൊക്കെ ഒന്ന് നോക്കാൻ പോയി. ഞങ്ങളെയൊക്കെ ഞാൻ ഇനി മുന്നത്തെ ഇവിടെ ചെടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. മാമൻ്റെ പറഞ്ഞ ചെടികളുടെയൊക്കെ ഒരു വീക്ക്നെസ് ആണ്. മാമൻ ചെടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്, മാമനും അമ്മമ്മക്കൊക്കെ. അപ്പോൾ വീട് നിറച്ച് ചെടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളതൊക്കെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഹോളിലും റൂമിലൊക്കെ ആയിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു വീടിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് ചിറ്റയുടെ മക്കളെ വിളിക്കാൻ വേണ്ടി പോയേക്കാണ്. ചിറ്റയുടെ വീട്ടിലാണ് മക്കൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. ഞാൻ ചിറ്റേനെ കുഞ്ഞാന്നാട്ടോ കഴിച്ച് വിളിക്കുന്നത്. പിന്നെ ഈ ഒരു പർപ്പിൾ പൂ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂ. ഞാൻ എപ്പോൾ ചെന്നാലും ഇതിൻ്റെ ഒരു പിക്ക് എടുക്കാണ്ട് ഞാൻ അവിടെ നിന്ന് വരില്ല. ഇപ്പോൾ ഈവനിങ് കൂടെ ആയതുകൊണ്ട് അടിപൊളിയാണ്. ഞങ്ങൾ എപ്പോഴും രാത്രിയേ പോകാറുള്ളൂ. എനിക്കിവിടെ ട്യൂഷനും ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയേ ഞങ്ങൾ പോകാറുള്ളൂ. ഇങ്ങനെ ഈവനിങ് സമയത്തൊക്കെ പോകുന്നത് വളരെ കുറവിലാണ് പോകുന്നത്. പിന്നെ സൺഡേ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഈവനിങ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ജിമ്മിക്കുട്ടൻ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിലൊക്കെ ജിമ്മിക്കുട്ടൻ്റെ കാര്യം. അവന് വീഡിയോ എടുക്കാത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. അവൻ കൂടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയിട്ടോ ഗൈസ്. പിന്നെ ഇതാണ് അവിടുത്തെ സൺസെറ്റ്. പിന്നെ അതിന് ശേഷം ക്വസ്റ്റ്യൻ വന്നു. ക്വസ്റ്റ്യൻ്റെ ഒപ്പം അവൾ പോവാണ് കൊച്ചിൻ്റെ വീട്ടിലോട്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ കൊച്ചിൻ്റെ ഒപ്പം അവൾ അങ്ങോട്ട് പോയി. അപ്പം ഞാനും അമ്മയും അച്ഛനും കൂടെ അവിടെ നിൽക്കുമായിരുന്നു. അതിനുശേഷം ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കും, ഏകദേശം ഒരു 7 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുഞ്ഞയുടെ വീട്ടിലോട്ട് പോയിട്ടോ. ഇതാട്ടോ കുഞ്ഞയുടെ വീട്. തൊട്ടപ്പുറത്ത് തന്നെ റെയിൽവേ ഉള്ളതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ട്രെയിൻ പോകുന്നതും മണ്ണൊക്കെ കണ്ടുകൊണ്ട് കുഞ്ഞൊക്കെ ഇരുന്ന് കുക്കിംഗ് ചെയ്യാം. പിന്നെ എനിക്ക് ഇവിടെ നിൽക്കണം, എൻ്റെ വീട്ടിൽ നിൽക്കണേക്കാട്ടും എനിക്കിഷ്ടം എൻ്റെ അമ്മ വീട്ടിൽ പോയി നിൽക്കാനായിട്ടോ. കാരണം എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പിന്നെ സൺഡേ സാറ്റർഡേക്ക് വരുമ്പോൾ പഠിക്കാനൊക്കെ ഒന്നുമില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ പോയി നിൽക്കാറുണ്ട്. പിന്നെ അച്ഛനും കൊച്ചിനും കൂടെ ഫോൺ എടുത്ത കാര്യം, ക്രിക്കറ്റിൻ്റെ മാച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്, ഫുട്ബോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അവരെപ്പോഴും ഫുട്ബോളിൻ്റെ കാര്യം തല്ലു പിടിക്കാറുണ്ട്. രണ്ടുപേരും വേറെ വേറെ ടീമായതുകൊണ്ടേ. മെസ്സി ഇങ്ങനെ ഫൗൾ കാണിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ തല്ലടിക്കാറുണ്ട്. പക്ഷേ മെസ്സി ഫൗളൊന്നും കാണിച്ചിട്ടില്ല. ഗുഡ് ജോബ് ആയിട്ട് തന്നെയാണ് അവർ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അനിയന്മാർക്ക് നാളെ 2 എക്സാം ഉള്ളതുകൊണ്ട് അവർക്ക് മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എക്സാം ഉള്ളതുകൊണ്ട് അവർ അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാട്ടോ ഞങ്ങളുടെ മാമൻ. അപ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് ഫോൺ കൊടുത്തതിൻ്റെ കാര്യവും എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. ഇതാണ് മൂത്താള് നല്ല പഠിപ്പിച്ചിട്ടാട്ടോ, അടിപൊളിയാണ്. ഇളയാളും കുഴപ്പമൊന്നുമില്ല, അടിപൊളി പഠിപ്പിയാണ്. അവൻ റൊണാൾഡോ ഫാൻ ആട്ടോ, അതാണ് സൂന്നും പറഞ്ഞ് കാണിച്ചത്. പിന്നെ ചിറ്റക്കാണെങ്കിൽ ക്യാമറയിൽ വരാൻ ഭയങ്കര നാണാട്ടോ. അതുകൊണ്ട് ഞാൻ പിടിച്ച് നിർത്തിയാണ് ഒരു വീഡിയോ എടുപ്പിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഒരു 8 o'clock എന്ന് വെച്ചാൽ 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് നോട്ട്സും ഒക്കെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ഇറങ്ങി.
എന്താണ് പോണ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ. ടാറ്റ ബൈ ബൈ. അങ്ങനെ ഇപ്പൊ അമ്മ വീട്ടിൽ നിന്ന് ഇപ്പൊ എത്തിയുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് പണികളുണ്ട്, നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്, 2-3 വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട്, നേരത്തെ എടുത്ത് വെച്ച വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട്. പിന്നെ അതൊക്കെ പോയി ചെയ്യട്ടെ. അപ്പോൾ നാളെ ഞാൻ വീണ്ടും വരാം. ബായ്. പിന്നെ അതിനും ബായ് പറഞ്ഞ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റും ഷെയർ ലൈക്കൊക്കെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. ഇപ്പോൾ പുതിയ ഫോൺ ആയതുകൊണ്ട് വീഡിയോസൊക്കെ ഇടാൻ ഒരു എനർജി കിട്ടി. അപ്പോൾ ഞാൻ സ്ഥിരം ഇടാൻ പറ്റാവുന്ന പോലെ ശ്രമിക്കാം. പഠിത്തവും കൂടെ എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല സ്ഥിരം പറ്റുമെന്ന്. എന്നാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങളും കൂടെ എന്നെ ഒന്ന് ഇതാക്കുക. ഇത്തിരി ഫോളോവേഴ്സും പിന്നെ കമൻറ്റും ലൈക്കൊക്കെ എന്നെ ഒന്ന് ഇതാക്കുക. എല്ലാവരും കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യാം. ഓക്കെ, ബൈ.